ഹായ്, എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് പോവാം. ഞാൻ എല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കീം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാം. ശരി, ഒന്നാമത്തെ ചോദ്യം, the diagonal elements of which matrix must be pure imaginary number or zero? എന്താണ്? The diagonal element of which matrix must be pure imaginary number or zero? അതായത് ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി പ്യുവർലി ഇമാജിനറി ആവാം. അതിന്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ അത് I 2i 3i 4i എന്നൊക്കെ പറഞ്ഞിട്ട് വരാം നമ്പർ, ഓർ സീറോ, അല്ലെങ്കിൽ എന്താവാം, അത് സീറോ ആവാം. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സത്യം പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ചോയ്സ്. കാണാതെ പഠിക്കണം. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്താണ്? സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് പ്യുവർ ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. എന്താണ്? ഒന്നുകിൽ പ്യുവർ ഇമാജിനറി അല്ലെങ്കിൽ എന്തായിരിക്കും? അത് സീറോ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകാല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇഫ് എ ആൻഡ് ബി ആർ ടു വെക്ടേഴ്സ്, എയും ബിയും രണ്ട് വെക്ടറുകളാണ്, then the value of a minus b cross a plus b is, എന്താണ് ചോദ്യം? if a and b are two vectors, then the value of a minus b cross a plus b, എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബി കുറയ്ക്കുക, എയും ബിയും കൂടി കൂട്ടുക, എന്നിട്ട് അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ചെയ്ത് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ, ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇനി ഇങ്ങനെ ഒരെണ്ണം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്, ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എഴുതുകയാണേ. അതായത് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ഇതിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ഇതിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ഇതിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? എ ക്രോസ് എ ആദ്യത്തെ ടേം ആണേ. എ ക്രോസ് എ അല്ലേ? അടുത്തത് ഫസ്റ്റ് ടേം നമ്മൾ എഴുതി. ഇനി നോക്കണേ ബിയുടെ ടേം നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല, ഞാൻ പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ അടുത്ത് എഴുതാം പ്ലസ് എ ക്രോസ് ബി പ്ലസ് എന്താണ്? എ ക്രോസ് ബി. ശരിയല്ലേ? അടുത്തത് മൈനസ് ബി ക്രോസ് എ. ഇത് രണ്ട് ക്രോസ് എടുക്കണം. മൈനസ് ബി ക്രോസ് എ. അടുത്തത് എന്താണ്? ഈ മൈനസും ഇതും കൂടി കൂട്ടുമ്പോൾ എന്താവും? മൈനസ് തന്നെയാണ്. അപ്പോൾ മൈനസ് ബി ക്രോസ് ബി. കണ്ടോ? മൈനസ് ബി ക്രോസ് ബി. ഓക്കെ, ഇനി എ ക്രോസ് എ എന്താണ്, ബി ക്രോസ് എ എന്താണ് നമ്മൾ ആദ്യം ആലോചിക്കണം. ഓക്കെ, എ ക്രോസ് എയും അതുപോലെ ബി ക്രോസ് എയും നമുക്കറിയാം. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സൈൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ്, ഇത് എ എന്ന് പറയുന്ന വെക്ടറാണ്, അതേ തന്നെ എ എന്ന് പറയുന്ന അടുത്ത വെക്ടർ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇവയുടെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി അല്ലേ? എയും എയും ഒരേ പ്ലെയിനിലാണെങ്കിൽ 0 ഡിഗ്രി, ഒരേ ലൈനിലാണെങ്കിൽ 0 ഡിഗ്രി. അപ്പോൾ നമ്മൾ എ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ എ ക്രോസ് എ ഈക്വൽ എന്താണ്? എ ബി. എ ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എ തന്നെ. എ സൈൻ എത്രയാണ്? 0. സൈൻ 0 അല്ലേ? അപ്പോൾ 0. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എന്തായി പോവും? ഫസ്റ്റ് ടൈം 0 ആണ്. ശരിയല്ലേ? പ്ലസ് അടുത്തത് എ ക്രോസ് ബി മൈനസ് ബി ക്രോസ് എ മൈനസ് 0. ഓക്കെ അല്ലേ? ശരി, ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അറിയോ? ബി ക്രോസ് എ ഞാൻ തിരിച്ചെഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി മൈനസ് എ ക്രോസ് ബി. കണ്ടോ? മൈനസ് ചേർത്ത് എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി. ശരിയല്ലേ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ക്രോസ് ബി. 2 ഇൻറ്റു എ ക്രോസ് ബി. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഉണ്ട്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ചോയ്സ്. കണ്ടോ? ഇഫ് എ ആൻഡ് ബി ആർ ടു വെക്ടേഴ്സ്, then the value of a minus b cross a plus b is
2 ഇൻറ്റു എ ക്രോസ് ബി. എന്താണ്? 2 ഇൻറ്റു എ ക്രോസ് ബി. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് എ ക്രോസ് ബി ആയിരിക്കും. കാണാതെ പഠിച്ചു വെച്ചോ, എവിടെയെങ്കിലും നോട്ട് ചെയ്തു. കാരണം ഇതൊക്കെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് പിള്ളേരെ, സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് സമയം കളയുന്നത് എന്തിനാ? MCQ ചോദ്യങ്ങളല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? പഠിച്ചു. പിന്നെ നമുക്ക് സ്റ്റെപ്സ് പഠിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഇതാ നമുക്ക് എ ക്രോസ് ബി ഇതിനെ ഇങ്ങനെ തിരിച്ചെഴുതാൻ പറ്റും എന്ന് മനസ്സിലായി. ഒരേ വെക്ടറുകൾ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഡെറിവേഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ അത് മാത്രം ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും MCQ ചോദ്യങ്ങൾക്കൊക്കെ മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ ആണേ? ശരി. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ദ ഐഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ് 1 0 0 0 1 1 0 1 1 ആർ 2 2 0 2 2 1 0 1 2 2 2 അല്ല 1 1 2. ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. എന്ത് ടൈപ്പ് മെട്രിക്സാ? ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലേ? 3 കോളവും 3 റോയും ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് പറയും? 3x3 മെട്രിക്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഐഗൺ വാല്യൂ. അപ്പോൾ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ a മൈനസ് ലാംഡ എന്നൊക്കെ ഇവിടെ കുറേ ചെയ്യുന്നുണ്ട്. അത് ചെയ്യേണ്ട, അത് ചെയ്യാതെ എളുപ്പവഴി നമുക്ക് ചെയ്യാൻ പഠിക്കാം. ഒന്നാമത്തെ 2 കാര്യങ്ങൾ ഇവിടെ ഓർത്തിട്ടാൽ മതി. ഒന്ന് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. എന്താണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്? എന്താണ് ഐഗൺ വാല്യൂ? ഈസ് ദി സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റുകളുടെ സം ആണ്. അപ്പൊ എന്താണ് ഈ ഡയഗണൽ എലമെന്റ്? ഈ കാണുന്നതാണ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഡയഗണൽ എലമെന്റ് നടുക്കുള്ളതിനെ 1 1 1 ഡയഗണൽ എലമെന്റ്. സം ഓഫ് ഡയഗണൽ എലമെന്റ് എത്രയാണ്? 3 ആണ്. ഓക്കെ. എന്താണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്? എന്താണ് സം ഓഫ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം സം ഓഫ് ഐഗൺ വാല്യൂ ഇങ്ങനെ കേട്ടോ. അതായത് ഐഗൺ വാല്യൂ കൂട്ടുന്നത് ഡയഗണൽ എലമെന്റ് കൂട്ടുന്നതിനോട് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കാം. നമ്മുടെ ഡയഗണൽ എലമെന്റിന്റെ സം എത്രയാ? 3 ആണ് ഡയഗണൽ എലമെന്റിന്റെ സമ്മ. അപ്പോൾ 3 ഉള്ള ഓപ്ഷൻ്റെ ഏതാ നോക്കാം. 4 + 4 + 0 ഇത് 4 ആണ്. അപ്പോൾ എ അല്ല ഓപ്ഷൻ എന്ന് മനസ്സിലാക്കണം. 1 + 1 + 2 4. അപ്പോൾ ഇതും അല്ല ഓപ്ഷൻ എന്ന് വിചാരിക്കണം. 2 + 2 4 4 + 1 എത്രയാണ്? 5. അപ്പോൾ ഇതും അല്ല ഓപ്ഷൻ. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ചോയ്സ്. എത്ര? 0 1 2. കണ്ടോ? 0 1 2. ഓക്കെ. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ബി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എ ആണോ ബി ആണോ സി ആണോ ഡൗട്ട് വന്നേനെ. കാരണം ഇത് കൂട്ടുമ്പോഴും 3 കിട്ടും, ഇത് കൂട്ടുമ്പോഴും 3 കിട്ടും. അപ്പോൾ നമുക്കൊരു സംശയം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പരിപാടി കൂടി ഇവിടെ നമ്മൾ എഴുതണം. ഒരു ട്രിക്ക് കൂടിയുണ്ട്. അതായത് പ്രോഡക്റ്റ് ഇത് വയ്ക്കുക. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് അല്ല, ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ്. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനോട് തുല്യമാണ്. അതായത് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ഗുണിക്കുമ്പോൾ കിട്ടുന്നതിന് തുല്യമാണെന്നാണ് അർത്ഥം. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാ? 1 × 1 × 1 ഇങ്ങനെ 1 × 1 × 1 - 1 × 1 = എത്രയാണ്? 0. എത്രയാണ്? 0. പിന്നെ 0 0 ആണ്. അത് എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ 0 ആയി പോകും ടോട്ടലി. അപ്പോൾ എത്രയാണ് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഇനി 1 × 1 × 1 എത്രയാ? 0 ആണോ? അല്ല, 1 ആണ്. അപ്പോൾ ഇതല്ല ഐഗൺ വാല്യൂ എന്ന് മനസ്സിലാക്കണം. ഇതല്ല. 0 × 1 × 2 എത്രയാ? 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഇതാണെന്ന്. ഓക്കെ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് സം ഓഫ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദി ഐഗൺ വാല്യൂ ആണ്. ഓക്കെ. അത് ഒരെണ്ണം. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സിനോട് തുല്യമാണ്. കണ്ടോ? ഈ 2 കാര്യങ്ങൾ ഒരു ബോക്സിൽ വരച്ച് നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് വെക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യം വരും. നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും അവിടെയൊക്കെ
ഈ സാധനം എന്ത് ചോദിച്ചാൽ വെച്ചാൽ മെട്രിക്സിൽ ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഐഗൻ വാല്യൂ. മെട്രിക്സിൽ എപ്പോഴും ഇതാണ് MCQനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചോദ്യമാണ്. ദ റെസിഡ്യൂ ഓഫ് cot z at z equal to 0. എന്താണ്? The residue of cot z at z is equal to 0. The residue of cot z at z is equal to 0. എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യും? നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് പോകണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പരിപാടി അങ്ങ് എഴുതി വയ്ക്കാം. ഒന്ന് cot z അല്ലേ? കോട്ട് ഇസഡ് എന്ന് വെച്ചാൽ എന്താ? കൊസീക്ക് സീക്ക് കോട്ട്. അപ്പോൾ 1/tan നമ്മൾ കോട്ട് എന്ന് പറയുന്നത് അറിയാമല്ലോ. 1/tan അല്ലേ? ശരിയല്ലേ? അപ്പോൾ 1/tan z എന്ന് എഴുതാം. tan z എന്ന് എഴുതാം. ശരിയല്ലേ? tan z നമുക്ക് എന്ത് എഴുതാം? 1/sin z cos z എന്ന് എഴുതാം. ശരിയല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? തിരിച്ചിടുക. എന്താണ്? cos z sin z എന്ന് എഴുതാമല്ലോ. എന്താണ്? cos z sin z എന്ന് എഴുതാമല്ലോ. യെസ്, തീർച്ചയായിട്ടും നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റൂളുണ്ട്. നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം phi of x divided by psi of x എന്നാണെന്ന് വിചാരിക്കുക. phi of x divided by psi of x എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 0 ആയി പോവുകയാണെങ്കിൽ, ന്യൂമറേറ്റർ 0 ആയി പോവാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? റെസിഡ്യൂ എന്ന് പറയുന്നത് phi of x divided by psi dash of x at x is equal to z x naught എന്ന് എഴുതാം. അർത്ഥമൊന്നുമില്ല പിള്ളേരെ. നമ്മൾ ഈ z equal to 0 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ മുകളിൽ 0 ആവാൻ പാടില്ല. താഴെ ഇട്ട് കൊടുക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? താഴത്തതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് ഈ സൈ ഡാഷ് എന്ന് എഴുതുന്നത്. കണ്ടോ? സൈ ഡബിൾ ഡാഷ് അല്ല, സൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് ഇസഡ്. അപ്പോൾ കോസ് ഇസഡിനെ അതുപോലെ തന്നെ എഴുതുക. കോസ് ഇസഡ് എന്നത് സൈ ഓഫ് എക്സ് ആണ്. സൈ ഡാഷ് ഓഫ് എക്സ്, സൈൻ ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഇസഡ്. ശരിയല്ലേ? കോസ് ഇസഡ്. ഇനി എന്ത് ചെയ്യുക? ഇസഡ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ 1/1 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എത്രയാണ്? 1/1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 1. കേട്ടോ? അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് വഴികളുണ്ട്. ഞാനിതിപ്പോൾ ഒരു വഴി, നമുക്ക് ഓരോ പ്രോബ്ലം വരുമ്പോഴും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന പല ഫോമുകളുണ്ട്. ഇപ്പോൾ z മൈനസ് z നോട്ട് ഹോൾ റേസ് ടു n ഫോമിൽ വരികയാണെങ്കിൽ d റേസ് ടു n എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡെറിവേറ്റീവ് ഒക്കെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. നോർമലി 1/z മൈനസ് 1 ആണെങ്കിൽ z മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഈ ഫോമിലാണ് വരുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് സിമ്പിളായിട്ട് ആ ഇസഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. 1. എത്രയാണ്? 1. കേട്ടോ? യെസ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് നോൺ വാനിഷിംഗ് ടേം ഇൻ ദ ഫുറിയർ സീരീസ് ഓഫ് കോസ് ക്യൂബ് തീറ്റ ഇൻ ദി ഇന്റർവെൽ. എന്താണ്? ദ നമ്പർ ഓഫ് നോൺ വാനിഷിംഗ് ടേം ഇൻ ഫുറിയർ സീരീസ് ഓഫ് കോസ് ക്യൂബ് തീറ്റ ഇൻ ദ ഇന്റർവെൽ -π to π ഈസ്. കാണാതെ പഠിക്കേണ്ട ചോദ്യമാണ്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. എന്താണ്? ഇൻഫിനിറ്റി. എത്രയാണ്? ഉത്തരം ഇൻഫിനിറ്റി ആണ്. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. ഒത്തിരിയായിട്ട് നമ്മളിങ്ങനെ താഴത്തേക്ക് ചെയ്യണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം എൻ്റെ ആവശ്യമില്ല പിള്ളേരെ. ഫുറിയർ സീരീസ് നന്നായിട്ട് പഠിക്കുക. പക്ഷേ ഈ ഒരു പ്രോബ്ലം ഇത് വളരെ സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഏതൊക്കെ ഒരു പരീക്ഷ പഠിക്കുക അവിടെ എല്ലാം ഇങ്ങനെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ MCQ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം നമ്മൾ ഈ പറയുന്ന ഇതെല്ലാം പഠിച്ച് essay എന്ന് എഴുതാൻ പോയിരിക്കുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അതാണ് കേട്ടോ. ഓക്കെ? അല്ലാത്തവർ വേണമെങ്കിൽ ഇതിനെ കോസ് ക്യൂബ് തീറ്റേനെ കോസ് 3 തീറ്റ ടൈമിലേക്ക് മാറ്റി അതിനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഫുറിയർ സീരീസ് കണ്ടുപിടിച്ചിട്ട് എത്ര ടൈമുകൾ നോൺ വാനിഷിംഗ് ഉണ്ടെന്ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. കേട്ടോ? ശരി. ഇപ്പോൾ ഇൻഫിനിറ്റി ഉത്തരം അതിൻ്റെ എടുത്തത്. ആറാമത്തെ ചോദ്യം. ടു ബി എ ഫങ്ഷൻ ഹാർമോണിക് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ഡാഷ് ഇക്വേഷൻ. എന്താണ്? ഒരു ഫങ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ അത് എന്ത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് നമ്മുടെ ചോദ്യം. അല്ലേ? ഹെർമൈറ്റ് ഇക്വേഷനാണോ, ബെസൽ ഇക്വേഷനാണോ, പോയിസൺ ഇക്വേഷനാണോ, ലാപ്ലേസ് ഇക്വേഷനാണോ? നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ? d² v/dx² പ്ലസ് d² v/dy² പ്ലസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എഴുതണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇക്വേഷൻ. അതിന് പറയുന്ന പേരെന്താ? ലാപ്ലേസ് ഇക്വേഷൻ, അല്ലെങ്കിൽ del² v = 0 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ ആ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ? അപ്പോൾ ഉത്തരം എന്താ?
ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെങ്കിൽ അത് എന്തായിരിക്കണം? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ the general solution of differential equation d square y by dx square minus y is equal to 0 is the general solution of differential equation d square y by dx square minus y into y is equal to 0 ചെയ്യണം. ഓക്കെ, യെസ്, നമുക്ക് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് എഴുതിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷന്റെ ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. എങ്ങനെയാണ്? എം സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. എന്താണ്? എം സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ എം ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? പ്ലസ് ഓർ മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? എന്താണ്? എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമ്മുടെ റൂട്ടുകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ പ്ലസ് 1 വരണം, അല്ലെങ്കിൽ മൈനസ് 1 വരാം. അപ്പൊ രണ്ട് റൂട്ട് ഉണ്ട്. അപ്പൊ റൂട്ട് എങ്ങനെയാണ്? റിയൽ ആണ് അല്ലേ? റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ ആണ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. എന്താണ്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? അപ്പോൾ അവർ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ റൂട്ടുകൾ റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയി കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y എന്ന് വെച്ചാൽ c1 e raised to m1 of x പ്ലസ് c2 e raised to m2 of x എന്ന് എഴുതാം. ശരിയല്ലേ? y equal to c1 e raised to m1 of x plus c2 e raised to m2 of x, that is equal to c1 e raised to m1 of x 1 എന്ന് എടുക്കാം. അപ്പോൾ 1x പ്ലസ് c2 e raised to m2 of x മൈനസ് 1x. ശരിയല്ലേ? അപ്പോൾ c1 e raised to x പ്ലസ് c2 e raised to മൈനസ് x. എന്താണ്? c1 e raised to x പ്ലസ് c2 e raised to മൈനസ് x. എവിടെ ഇതാ? ഓപ്ഷൻ സി. കണ്ടോ? ഉത്തരം എന്താ? ഓപ്ഷൻ സി. ഓക്കെ, സോ ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണ്. എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണ്. ചോദ്യത്തിൽ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ഒരു ബോക്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ചെയ്യുമ്പോൾ റൂട്ട്സ് ഓക്സിലറി ഇക്വേഷൻ ആദ്യം എഴുതുക, റൂട്ട്സുകൾ കണ്ടുപിടിക്കുക. റൂട്ട്സുകൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ, റൂട്ട്സ് 0 ആണെങ്കിൽ വേറൊരു ഇക്വേഷൻ, റൂട്ട്സ് ഈക്വൽ ആണെങ്കിൽ വേറൊരു ഇക്വേഷൻ, റൂട്ട്സുകൾ ഇമാജിനറി ആൽഫ പ്ലസ് ഐ ബീറ്റ അങ്ങനെയുള്ള ഫോമിൽ വരികയാണെങ്കിൽ മറ്റൊന്നാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണിത്. യെസ്, അടുത്തത് ഇഫ് എഫ് ഓഫ് എസ് is the Laplace transform of f of t, the Laplace transform f of a t is ഏതാണ്? ഉത്തരം 1/a into f of s by a. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലേ? അതായത് നമുക്കൊരു ഫംഗ്ഷൻ, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of s ആണ്. ഓക്കെ, അതായത് ഫംഗ്ഷൻ f of t ആണ്. ആ f of t എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ്, അതായത് ലാപ്ലേസ് ഓഫ് f of t എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എസ് ആണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് എ ടി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ? വായിച്ച് മനസ്സിലാക്കണം. എന്താണ് ചോദ്യത്തിൽ? ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് എ ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എന്താ ചെയ്യേണ്ടേ? ചെയ്യാനൊന്നുമില്ല. ഇത് സ്റ്റാൻഡേർഡ് റിലേഷൻഷിപ്പാണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എ ടിയുടേത് എന്തായിരിക്കണം? 1/a into f of s by a ആണ് അല്ലേ? 1/a into f of s by a ആണ്. പിടികിട്ടിയോ? അതായത് എഫ് ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് എസിൻ്റെ സ്ഥാനത്തിൽ എസ് ബൈ എ എഴുതണം, പുറത്തൊരു 1/a കൂടി കൊടുത്തേക്കണം. ഇതാണ് വ്യത്യാസം. കണ്ടോ? അപ്പോൾ എന്താണ്? 1/a into f of s by a. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ചോയ്സ്. എട്ടാമത്തെ ചോദ്യത്തിനുള്ളത് കേട്ടോ. 9 വീണ്ടും ബൈ ഹാർട്ട് നമ്മുടെ മെമ്മറി പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി ടൈപ്പുള്ള പ്രോബ്ലമാണ്. ഇഫ് jn of x ഈസ് ദി ബെസൽസ് ഫംഗ്ഷൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ്, ഇറ്റ്സ് ജനറൽ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ. ചോദ്യം എന്താണ്? ഇഫ് jn of x ഈസ് ദി ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഇറ്റ്സ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ. ജനറേറ്റീവ് ഫംഗ്ഷൻ എന്താണെന്നുള്ള ചോദ്യം. ഓക്കെ, സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. 9ാമത്തേത് ഏതാണ്? ഇതാണ്. എക്സ്പോണൻഷ്യൽ e raised to x by 2. നമ്മളത് പറയുന്നുണ്ട്. എന്താണ്? e raised to z by 2 into
അല്ല x/2 ഇൻറ്റു t-1/t കാണാതെ പഠിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ ഇക്വേഷൻ ആണ് e⁻x/2 ഇൻറ്റു t-1/t, e⁻x/2 ഇൻറ്റു t-1/t, e⁻x/2 ഇൻറ്റു t-1/t കാണാൻ പഠിക്കൂ. ഈ ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ എന്താണ്? e⁻x/2 ഇൻറ്റു t-1/t, e⁻x/2 ഇൻറ്റു t-1/t എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ചോദ്യം നോക്കൂ. For Dirac delta function, integral -∞ to +∞, delta of 3x minus 2 x square dx എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചെയ്യാം. ഇത് ചെയ്യണമെങ്കിലേ ആദ്യം ഈ ഡെൽറ്റയുടെ കൂടെയുള്ള സാധനത്തിന് =0 എന്ന് കൊടുക്കുക നിങ്ങൾ. അതായത് 3x minus 2 is equal to 0 എന്ന് എഴുതുക, 3x is equal to 2 എന്ന് എഴുതുക, x is equal to 2/3 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ x 2/3 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ഈ 2/3 എന്ന് പറയുന്ന വാല്യൂ ഈ -∞ മുതൽ +∞ വരെ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആണോ നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് രണ്ടും അതിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ആദ്യം എന്ത് ചെയ്യുക? ഈ സാധനം ഇതിൻ്റെ ഉള്ളിലുള്ളതാണോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതെന്താണ്? അതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത എന്താ വെച്ചാൽ കൂടെയുള്ള ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ, ഇതാണ് f(x) എന്ന് പറയുന്നത്. ആ f(x)ൽ ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നുമേ ചെയ്യേണ്ട, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മുടെ f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? x² ആണ്, ശരിയല്ലേ? അപ്പോൾ f(2/3) എന്ന് പറഞ്ഞാൽ എത്രയാണ്? f(2/3) is equal to 2/3 the whole cube is equal to 4/9. എത്രയാണ്? 4/9. അപ്പോൾ ഉത്തരം ഏതാ? 4/9 ആണ്. എത്രയാണ്? 4/9 ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു റിലേഷൻ ഉണ്ട്. ഇൻ്റഗ്രൽ -∞ to +∞, f(x) ഇൻറ്റു ഡെൽറ്റ ഓഫ് x മൈനസ് a dx, ഇതാണ് റിലേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് a ഈസ് ഇൻസൈഡ് ദി ലിമിറ്റ്, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് f(a) തന്നെയാണ്. ഇതാണ് റിസൾട്ട്. മനസ്സിലായോ? അതായത് ഇൻ്റഗ്രൽ -∞ to +∞ f(x) ഇൻറ്റു ഡെൽറ്റ ഓഫ് x മൈനസ് a dx എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഡെൽറ്റയുടെ ഉള്ളിൽ കിടക്കുന്ന a വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എയുടെ സ്ഥാനത്ത് 3x minus 2 ആണ്. അപ്പോൾ 3x minus 2 = 0 കൊടുത്തുകൊണ്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ആ കണ്ടുപിടിക്കുന്ന വാല്യൂ ഈ ലിമിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, ഇട്ട് കൊടുത്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ. ഓക്കെ, ഞാനത് എക്സ് എന്ന് പറയാം. ഇപ്പോൾ x മൈനസ് a = 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ x = a എന്ന് കിട്ടും. അങ്ങനെ അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്? ഉത്തരം 4/9 ആണ് കറക്റ്റ് ആയിട്ടുള്ള 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളായി അല്ലേ? ഇനി നമുക്ക് ഇവിടെ നിർത്തും. അടുത്ത കുറേ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് പോകാം പെട്ടെന്ന്. കണ്ടത് പെട്ടെന്ന് കഴിയും. കാരണം അത് മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ഒരു 11 ചോദ്യങ്ങളുണ്ട്. ആ 11 ചോദ്യങ്ങൾ തീരട്ടെ. സോ ചോദ്യം ഇതാണ്. ഇഫ് Pn(x) ഈസ് ലെജൻഡർ പോളിനോമിയൽ ദെൻ ഓപ്ഷൻ ബി കറക്റ്റ്. Pn(x) എന്ന് പറയുന്നത് ലെജൻഡർ പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഒരു റിലേഷൻഷിപ്പ് കറക്റ്റാണ്. അത് ഏതാണെന്നുള്ള ചോദ്യം. ഏതാണ്? Pn(-x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഹോൾ റേസ് ടു n ഇൻറ്റു Pn(x) ആയി. ഇപ്പം തന്നെ കാണാൻ പിടിച്ചോ, നാളത്തേക്ക് മാറ്റണ്ട. എന്താണ് Pn(-x) എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഹോൾ റേസ് ടു n ഇൻറ്റു Pn(x). എന്താണ്? ഇഫ് Pn(x) ഈസ് എ ലെജൻഡർ പോളിനോമിയൽ ദെൻ Pn(-x) ഈസ് ഈക്വൽ ടു -1 ഹോൾ റേസ് ടു n ഇൻറ്റു Pn(x). എന്താണ്? -1 ഹോൾ റേസ് ടു n ഇൻറ്റു Pn(x). ഓക്കെ, കാണാൻ പിടിച്ചോ? കാണാൻ പിടിച്ചോളൂ. അപ്പോൾ യെസ്, അത്രയാണുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ചോദ്യങ്ങൾ അത്രയും ഭാഗങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ചോദ്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്, അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.